ഹാനോക്കിന്റെ പുസ്തകം പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നതും ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നതുമായ ഹാനോക്കിന്റെ കഥ അഗാധമായ നിഗൂഢതയും ആത്മീയ പ്രാധാന്യവും ഉൾക്കൊള്ളുന്നു. ആദാമിന്റെ വംശവലിയിലെ 7ാമത്തെ ഗോത്രപിതാവായ ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. മിക്ക മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി അവൻ പരമ്പരാഗത അർത്ഥത്തിൽ മരണം അനുഭവിച്ചിട്ടില്ല എന്നതാണ്. പകരം അവനെ നേരിട്ട് സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയി. ഈ ആരോഹണം ഒരു അക്ഷരീയ സംഭവമായും മാനവികതയും ദൈവികതയും തമ്മിലുള്ള ആത്യന്തിക ഐക്യത്തിന്റെ പ്രതീകാത്മ പ്രതിദാനമായും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഹാനോക്കിന്റെ യാത്ര വിശുദ്ധിയും നീതിയും അചഞ്ചലമായ വിശ്വാസവും അത്തരം ദൈവികമായ ഉയർച്ചയുടെ മുൻവ്യവസ്ഥകളുമായി ഊന്നി പറയുന്നു. ഹാനോക്കിന്റെ പുസ്തകം അവന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നൽകുന്നു. മാലാഖമാരുള്ള കൂടിക്കാഴ്ചയും പ്രപഞ്ചത്തിന്റെ ദൈവിക ഘടനയെക്കുറിച്ചുള്ള ദർശനങ്ങളും ഉൾപ്പെടുന്നു. ഹാനോക്ക് ആകാശത്തെ മൾട്ടി ലെയർ അളവുമായി വിവരിക്കുന്നു. ഓരോന്നിനും പ്രത്യേക മാലാഖമാരുടെ ശ്രേണികളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഈ മണ്ഡലങ്ങളിൽ ന്യായവിധി സ്ഥലങ്ങൾ, സ്വർഗീയ കോടതികൾ, ദൈവത്തിന്റെ തന്നെ സിംഹാസനം എന്നിവ ഉൾപ്പെടുന്നു. നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ, സമയത്തിന്റെ നിഗൂഢതകൾ തുടങ്ങിയ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രചനകൾ അനാവരണം ചെയ്യുന്നു. ഈ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഹാനോക്ക് സ്വർഗീയ വിജ്ഞാനത്തിലേക്കുള്ള പ്രവേശനം മാത്രമല്ല, ആത്മീയവും ഭൗമികവുമായ മേഖലകൾക്കിടയിൽ ഒരു മധ്യസ്ഥനായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവിക ജ്ഞാനം മാനവരാശിയുമായി പങ്കിടാനും ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. ആത്മീയ പരിണാമത്തിനും ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്കുമുള്ള മനുഷ്യരാശിയുടെ സാധ്യതയെ പ്രതീകപ്പെടുത്തുന്നതാണ് ഹാനോക്കിന്റെ ആരോഹണം. ഹാനോക്കിന്റെ ഗ്രന്ഥങ്ങൾ നിഗൂഢമായ അർത്ഥങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ആന്തരിക പരിവർത്തനത്തിനും പ്രബുദ്ധയ്ക്കും വേണ്ടിയുള്ള ഉപമകളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. വീണുപോയ മാലാഖമാരുടെ കലാപവും അവരുടെ ന്യായവിധിയും വിവരിച്ചുകൊണ്ട് അനുസരണക്കേടിന്റെയും അഴിമതിയുടെയും അനന്തരഫലങ്ങളെക്കുറിച്ച് ഹാനോക്കിന്റെ പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നു. ഈ ദൈവത്വവും ദൈവിക ക്രമത്തിന്റെ മഹത്വവും അതിൽ നിന്നും വ്യതിചലിക്കുന്നതിന്റെ ആപത്തും വെളിപ്പെടുത്തുന്നു. ഹാനോക്കിന്റെ വിവരണത്തെ ആത്മീയ അന്വേഷകർക്ക് കാലാതീതമായി വഴികാട്ടി കൊടുക്കുന്നു. ഹാനോക്കിന്റെ കഥ തലമുറകളെ പ്രചോദിപ്പിച്ചു. നിഗൂഢതയും വിശ്വാസത്തിന്റെയും അതിരുകടന്ന് സത്യത്തിനായുള്ള അന്വേഷണത്തിന്റെയും നിലനിൽക്കുന്ന പൈതൃകം അവശേഷിപ്പിച്ചു പോയിരിക്കുന്നു.